പാവം സഫൂറ. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി നാഷണൽ ഡേ. നമ്മളവിടുന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് റെൻ്റ് കാറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റെൻ്റ് കാർ എടുക്കാം. ഇവിടുന്നാണ് നമ്മൾ വണ്ടികൾ കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാവരും ലഗേജും ഈ ഒരു പെട്ടി വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ലഗേജൊക്കെ നമ്മൾ ഈ പെട്ടി വണ്ടി ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടോ. ഓക്കെ അങ്കാർ. അപ്പോൾ നമ്മളുടെ ബസ് വന്നിട്ടുണ്ട്. എല്ലാവരും ഹാജർ വെച്ചേറിക്കോ. ഹാജർ ഹാജർ. നമ്മളെല്ലാവരും ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ കൊടുമുടിയിലാണ്. നമ്മൾ ആ ഒരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ കയറി സിംഗപ്പൂർ എത്തി. സിംഗപ്പൂരിൽ നിന്ന് ബാലി എത്തിയപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അടുത്തറിഞ്ഞിരുന്നു. വളരെ നല്ലൊരു ടീമായിട്ടാണ് നമ്മൾ ആ ഒരു ബസ്സിൽ കയറുന്നത് തന്നെ, ഒരുപാട് പ്ലാനുകളായിട്ട്. Good power, power, good power. Very good. AFC ഹോളിഡേസിന്റെ പേരിലും വണ്ടറിംഗ് ഫുഡിന്റെ പേരിലും ഹാർട്ടി വെൽക്കം ടു ബാലി. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ആങ്ക് പറയും. ബസ്സിൽ കയറി 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ ഹോട്ടലും എത്തി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. റിസാർട്ടാന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. ഇതൊരു 4 സ്റ്റാർ റിസോർട്ടാണ്, 5 സ്റ്റാർ ഒന്നല്ല. പിന്നെ നമുക്ക് ഗൈഡ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ നല്ല ഉള്ളിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ഇൻ ചെയ്യട്ടെ. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും അടുത്തന്നെ നടക്കാനായിട്ട്. നമ്മൾ കൂട്ടാ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ കൂട്ടാ ബീച്ച് തൊട്ടടുത്ത് തന്നെയാണ്. 5 മിനിറ്റ്സ് വാക്കാണ്. ഏറ്റവും നല്ല ബീച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ റെസ്റ്റോറൻറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുകയുള്ളൂ. ഇനിയുള്ള വീഡിയോസൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കില്ല. ജസ്റ്റ് ഒന്ന് കാണിക്കുകയുള്ളൂ സ്ഥലങ്ങളൊക്കെ. ഇതാണെന്നുള്ളതൊക്കെ. കാരണം എല്ലാം കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വന്ന് കാണുകയും ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ജനറൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ചെക്ക് ഇൻ ചെയ്യാം. റിസോർട്ട് എന്ന് പറയുന്നത് കുറച്ച് പഴയൊരു റിസോർട്ടാണ്. പക്ഷേ ആ ഒരു പഴമയിലും അവർ കാണാനായിട്ട് നല്ല ഭംഗിയിലാണ് എല്ലാതും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് റിനോവേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി നിങ്ങൾ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലതായിട്ടൊക്കെ നിങ്ങൾക്കത് കാണാനും പറ്റും. വലിയ എക്സ്പെൻസീവ് അല്ലാത്ത ഒരു റിസോർട്ടൊക്കെയാണ്. ഞാൻ ബുക്കിംഗ്സിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ പെർ ഡേക്ക് ഒരു 150-200 ദിറംസിന് താഴെ വരുന്നുള്ളൂ. അതായത് ഏകദേശം ഒരു 4000 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ ഒരു ദിവസം ഇവിടെ താമസിക്കാനൊക്കെ ആയിട്ട്. അതും തെറ്റില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇതിന്റെ കൂടെ നമുക്ക് തരുന്നുമുണ്ട്. കാർഡിടാം. അപ്പൊ ഇതാണ് നമ്മളുടെ റൂം. അപ്പോൾ അടുത്ത 4 ദിവസം നമ്മൾ ഈ റൂമിലായിരിക്കും. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. അപ്പോൾ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഒന്ന് എല്ലാതും ചാർജിങ്ങിലൊക്കെ ഇടട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാലിയിൽ വന്നിട്ട് 2ാമത്തെ ദിവസം. ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് സ്ഥലങ്ങൾ വെറുതെ നടക്കാൻ പോയി എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പോകാൻ പോകുന്നത് ആദ്യം തന്നെ യുനെസ്കോ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുനെസ്കോയിൽ പേരുള്ള ഏറ്റവും വലിയ റൈസ് ഫീൽഡിലോട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ UAE നാഷണൽ ഡേ ആണ്. അപ്പോൾ UAE നാഷണൽ ഡേയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ട്രിപ്പ് തന്നെ അറിയാമല്ലോ, നാഷണൽ ഡേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ബസ്സിൽ കയറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ബസ്സിൽ എല്ലാവരും ഒന്ന് കാണാം.
എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഹാപ്പി നാഷണൽ ഡേ. നാഷണൽ ഡേ പറ എല്ലാവരും. എല്ലാവരും ട്രിപ്പ് ഒക്കെ പൊളിക്കാൻ പോവല്ലേ? കൊടിയൊക്കെ ഉണ്ട്. കൊടിയുണ്ട്. എല്ലാവരും ഫുൾ എനർജിയിലല്ലേ? ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ? അടിപൊളിയായിട്ട് ഉറക്കുണ്ടായിരുന്നു. ഇന്ന് അടിപൊളി പാട്ടൊക്കെ പാടൂല ഇനി? തീർച്ചയായിട്ടും. നിങ്ങൾ പാട്ടൊന്നും പാണ്ടിരിക്കരുതിട്ടാ, വളരെ മോശമാണ്. അപ്പൊ എല്ലാവരും ഓക്കെ, സെറ്റ്. അടുത്ത ദിവസം കറങ്ങാനായിട്ടൊക്കെ സെറ്റ് അല്ലേ? റെഡി അല്ലേ? പോരട്ടെ, എനർജി പോരട്ടെ, പവർ പോരട്ടെ. അപ്പൊ സെറ്റ്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ? അപ്പൊ നമ്മളുടെ യാത്ര ഇന്നത്തെ തുടങ്ങാൻ പോവാണ്. Everyone, good morning. Good morning. Happy National Day. Thank you. Today is UAE National Day. Yes, UAE National Day. Yes. നമ്മുടെ ബാലിയിലുള്ള ലോക്കൽ ട്രിപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി തുടങ്ങാണ്. നമ്മുടെ ഈ ഒരു ബസ്സിൽ ഈ ഒരു അങ്കാരയുടെ ഒപ്പം നമ്മുടെ ഗൈഡിനൊപ്പം അടുത്തൊരു 3 ദിവസം എന്ന് പറയുന്നത് ഫുള്ളി പാക്ഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റീസ് ആണ്. ഞങ്ങൾക്ക് കുറച്ച് നേരം പോലും റിലാക്സ് ചെയ്യാനുള്ള സമയം എൻ്റെ ലിസ്റ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം കാഴ്ചകൾ കാണാം. അതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അതിന് സപ്പോർട്ടായിട്ട് AFC ഹോളിഡേയ്സും കൂടെ തന്നെ നിന്ന് ചാർട്ട് ചെയ്ത് തന്നിരുന്നു. ലോകത്തില് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഫി ഉണ്ട്. ഇപ്പൊ എല്ലാവരും അറിയാം, ഒരു ജീവിയുടെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്നുള്ളത്. ആ കോഫി ട്രൈ ചെയ്യണ ഒരുപാട് പ്ലാന്റേഷൻസ് നമുക്ക് ഇവിടെ ബാലിയിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്ലാന്റേഷനാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. Arabica coffee, the caffeine more higher caffeine. So these the beans, but they're not ripe yet. The bean going to be ripe when the color turn red. പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 2 തരത്തിലുള്ള കോഫികളാണ് ഇവിടെ ഉള്ളതെന്നാണ്. വൺ ഈസ് അറബിക്ക ആൻഡ് അതർ വൺ ഈസ് വാട്ട്? Robusta. അതാണ് റോബുസ്റ്റ. ഓക്കെ, അതിന് വലിയ ലീഫും അറബിക്കൊക്കെ ചെറിയ ലീഫ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ആ ഒരു ഫ്രൂട്ട്, സ്നേക്ക് ഫ്രൂട്ട്. പക്ഷെ ഫുള്ള് മുള്ളകളാണ്, ഈ സാധനത്തില് കാണുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതെങ്ങനെ സ്നേക്ക് ഫ്രൂട്ട്? സ്നേക്ക് ഫ്രൂട്ട്. ഇത് ചെറുതാണ്, ഇതിന്റെ വലുത് വേറെ ഉണ്ടാവും. ഈ ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതാണ് ആ ലുവാക്ക് എന്ന് പറയുന്നത്. ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പകല് മുഴുവൻ കിടന്ന് ഉറങ്ങും. എന്നിട്ട് പകല് മുഴുവൻ കിടന്ന് ഉറങ്ങിയിട്ട് രാത്രിയാണ് ഇത് ഇറങ്ങി നടക്കുക. ഇത് ഇവിടെ ഒരെണ്ണുണ്ട്, അവിടെ ഒരെണ്ണുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് വെറുതെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരിങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റേഷൻ ഉണ്ടല്ലോ, ഈ പ്ലാന്റേഷനിൽ കംപ്ലീറ്റ് ഇതേപോലത്തെ ലുവാക്ക് എന്ന് പറഞ്ഞ ഈ ഒരു പൂച്ച പോലത്തെ സംഭവമുണ്ട്. വെരുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മൾ, അതേപോലത്തെ. അപ്പോൾ അത് രാത്രി ഈ ഒരു പച്ചായിട്ട് ഈ ഒരു കോഫി ബീൻ അങ്ങനെ തന്നെ കഴിച്ചിട്ട് അങ്ങനെ തന്നെ വയറ്റിലൂടെ പോയി അവരെ വരുന്ന പൂപ്പിൽ കൂടെ വരുന്നതാണ് നമ്മൾ കഴിക്കുന്ന ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ബീൻ എന്ന് പറയുന്നത്. അവർ പറയുന്നത് വെച്ചാൽ ഇതാണ് ആക്ച്വലി ആ ഒരു പൂ. എന്നിട്ട് അവരത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് ഇതാണ് സംഭവം. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ആക്ച്വൽ സംഭവം ഉള്ളത്. എന്നിട്ട് നേരെ അവരത് ഇതാണ് റെഡി ആയിട്ടുള്ള സംഭവം. ഓക്കെ, അവരിങ്ങനെ അടിക്കും. Okay, this coffee is ready. Coffee powder, yeah? Hot water. So this is luwak tea, luwak coffee. Luwak coffee. And Water okay. and powder. Water and powder. Yeah, we boil first. Okay. And then comes here. Okay. And then the coffee bags again. Like Okay. a filter here. And like a see, steam. you are saying that this is the most expensive coffee in the world. Yes. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ദാറ്റ്. ഇവിടെ പലതരത്തിലുള്ള കോഫീസ് ഉണ്ട്. അതായത് ഇവിടെ ഇഷ്ടം നോക്കിയാട്ടോ 3, 6, 9, 12 വെറൈറ്റീസ് ഓഫ് കോഫീസാണുള്ളത്. ഒന്ന് ബാലി കോഫി, കൊക്കോ, മംഗസ്റ്റീൻ, അതേപോലെ തന്നെ കോഫി, ലെമൺ ഗ്രാസ്, ജിഞ്ചർ ടീ, റോസല ടീ, സഫ്രോൺ ടീ, കോക്കനട്ട് കോഫി, കുർക്കുമ, വാനില കോഫി ആൻഡ് അവക്കാഡോ കോഫി. അത് മാത്രമല്ല നമ്മൾ ഈ ഒരു അവരുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കോഫി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, അലുവ കോഫി. ഇപ്പോൾ നമുക്ക് അവർ സ്പൂൺ തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വേണമെങ്കിലും നമുക്ക് ഓരോ സ്പൂൺ ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാം. അതേപോലെ ഷുഗർ ഒന്നും ഇല്ല കേട്ടോ അതിൽ.
നമുക്ക് ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്ത് നമുക്ക് ഇവിടെ കൊടുക്കാം. കാരണം വെച്ചാൽ അവിടെ ഷുഗർ ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, കൊക്കോൻ്റെ കൊക്കോ. നമ്മളവിടെ കണ്ട എല്ലാ സംഭവത്തിൻ്റെയും കോഫി പൗഡർ ലുവാക്ക് വേണ്ട. ഇതാണ്ട ലുവാക്ക്. ഇതിന് 7 ലക്ഷമാണ് ഇതിന് ചെറുതിന് 250 ഗ്രാംസിന് ഇതിൻ്റെ റേറ്റ്. എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് ഇവിടെ പിടിക്കാൻ കിട്ടും. ജിഞ്ചർ, ബാലി മോച്ച, അവക്കാഡോ, ബാലി കോക്കനട്ട് കോഫി, ചോക്ലേറ്റ്, ചില്ലി ചോക്ലേറ്റ്, എരിവുള്ള ചോക്ലേറ്റ് അല്ലേ, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, സോൾട്ട് ചോക്ലേറ്റ് ഉണ്ട്, കാപ്പച്ചിനോ ചോക്ലേറ്റ് ഉണ്ട്, സിനമൺ ചോക്ലേറ്റ്, അതേപോലെ തന്നെ ഇവിടെ വേറെ ബാലി ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, ബാലി ഹണി, ടൈഗർ ബാം, ബോഡി ലോഷൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എല്ലാവരും അവിടെ ഇരുന്ന് കോഫി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. All are having fun. This is without sugar, right? Without sugar, without milk. Without milk. So we can add milk or sugar after this. If you want, if you like okay, it. fine. Okay. It's for you. അപ്പോൾ സംഭവം നമുക്ക് മേടിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം $3.5 ആവുമെന്നാണ് പറഞ്ഞത്. ഏകദേശം 50,000 Indonesian rupees. ഇതാണ് സംഭവം കേട്ടോ. ഞാൻ കുറച്ച് ഷുഗർ ഇട്ടിട്ടുണ്ട്, കുറച്ചിട്ടുള്ളൂ. നല്ല സ്ട്രോങ് മണാണ് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളതും കഴിച്ചു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് 2012 ജൂണിൽ ഉൾപ്പെടുത്തിയ ജാറ്റലോവി റൈസ് ടെറസിലോട്ടാണ്. ബാലിയിലെ തന്നെ ഏറ്റവും വലിയ റൈസ് ടെറസാണിത്. ഏകദേശം 600 ഹെക്ടറിലധികം വരുന്ന നെൽപ്പാടങ്ങളാണ് ഇവിടെ ഉള്ളത്. ബാട്ടുകാരു പർവ്വതനിരയുടെ ഒഴുകുന്ന മലയോര പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 850 മീറ്റർ ഉയരമുള്ള കുന്നുകളിൽ ഗംഭീര്യത്തോടെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ജാറ്റലോവി റൈസ് ടെറസ് ബാലിനീസ് കർഷകർ വികസിപ്പിച്ചെടുത്ത ആകർഷകമായ വർഗീയ ജലസംവിധാനം ഉപയോഗിച്ച് നനച്ച കോണ്ടോട്ട് റൈസ് ടെറസുകൾ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്.
നമ്മളിങ്ങനെ റൈസ് ടെറസിൽ കൂടെ നടക്കുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വെള്ളം കുടിക്കാം, ഇഞ്ചി ഉണ്ട്, പിന്നെ ഇവിടെ ചെറിയ പശുക്കളുണ്ട്. ഇവിടെയൊക്കെ തന്നെയാണ് അവർ ചെയ്തു തരുന്നത്, വെള്ളം കുടിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ. ഡ്രോൺ ഇതിവിടെ റൈസ് ടെറസിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. അവരെ പണിക്ക് ശേഷം അവരിവിടെ റെസ്റ്റ് എടുക്കുന്നതാണ്. ആളുടെ ചിരി നോക്കിയേ. നമ്മളിതാ അതിലേക്കൂടെ നടന്ന് പോയി അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ട്രെക്ക് ചെയ്ത് അതിലേക്കൂടെ നടന്നു വന്ന് ഇവിടെ നടക്കുമ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമ്മളിതാ അവിടെ നിന്നാണ് ബസ് നിർത്തിയതൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കണം. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ബാലിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കുകളിൽ ഒന്നായിട്ടുള്ള കടൽ ക്ഷേത്രമായ തനാലോട്ട് ടെമ്പിളിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബാലി എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ഗോഡ് ആണ്. മില്യക്കണക്കിന് ക്ഷേത്രങ്ങളാണ് ഉള്ളത് അവിടെ. കണക്ക് പ്രകാരം എത്രയാണെന്നുള്ളത് ആർക്ക് പോലും ഒരു ചിട്ടിയില്ല, എത്ര അമ്പലങ്ങൾ ഉണ്ടെന്നുള്ളത്. നിങ്ങൾ ഏത് മുക്കിലും മൂലയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അമ്പലങ്ങൾ കാണാൻ പറ്റും. സൂര്യാസ്തമയ പശ്ചാത്തലത്തിന് ഏറ്റവും പേര് കേട്ട ഒരു ടെമ്പിളാണ് തനാലോട്ട്. അത് മാത്രമല്ല ഒരുപാട് വേറെ പ്രത്യേകതകളും ഉണ്ട്. തനാലോത്ത് എന്നാൽ ബാലിനീസ് ഭാഷയിൽ കര സമുദ്രത്തിൽ എന്നാണ്. സമുദ്രവേലിയേറ്റത്താൽ തുടർച്ചയായി രൂപപ്പെട്ട ഒരു വലിയ കടൽ തീര പാറയിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ദുരാത്മാക്കളിൽ നിന്നും ഈ ഒരു പ്രദേശത്തെ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് വിഷമുള്ള കടൽപ്പാമ്പുകൾ ഇതിന് ചുറ്റും ഒരുപാടുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഡാൻഹാങ് എന്ന് പറയുന്ന ഒരു ഹിന്ദു യാത്രികൻ ഈ വഴി പോകുമ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു പാറ കാണുകയും അവിടെ ഒരു അമ്പലം പണിയാനായിട്ട് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളോട് പറയുക ചെയ്തിരുന്നു. അങ്ങനെയാണ് ഒരു കടൽ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു അമ്പലം പണിയുന്നതൊക്കെ. ബാലിയിൽ മൊത്തത്തിൽ 7 കടൽ ക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലമാണ് തനാലോത്ത്. ഇവിടെ നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ അന്ന് രാത്രി തിരിച്ച് ഹോട്ടലിലോട്ട് തിരിച്ചു പോയത്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് 3-ാമത്തെ ദിവസം ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നുസ പെനീഡ എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ടാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല മീനിൻ്റെ മണമുണ്ട്. ഇതേ അവിടെ വോൾക്കാനോ ആക്റ്റീവായിട്ടുള്ള മൗണ്ട് ബാത്തൂറാണത്, ഹിന്താമണി അല്ലേ. അപ്പോൾ നാളെ നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഹൈക്ക് ചെയ്ത് അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തോട്ടാണ് ഹൈക്ക് ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നുസ പെനീഡ ശരിക്കും? നമ്മളെ ഗൈഡ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നുസ പെനീഡ എന്ന് പറയുന്നത് വളരെ റീസെൻ്റ്ലി ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. അതായത് ഏകദേശം ഒരു 4-5 വർഷമായിട്ടുള്ള. അതിന് മുമ്പ് നുസ പെനീഡ എന്ന് പറഞ്ഞ ഐലൻഡ് ഒന്നും ആർക്കും അറിയില്ലായിരുന്നു. മീൻസ് ടൂറിസ്റ്റുകൾ പോകാറില്ലേ, അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ. അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകായിരുന്നു. അല്ലാതെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ലായിരുന്നു. പിന്നീട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ആ ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോസൊക്കെ വന്നതിന് ശേഷമാണ് ഭയങ്കര ഹിറ്റായത്. അപ്പോൾ അങ്ങനെയാണ് ആളുകൾ വരാൻ തുടങ്ങിയതും. അവിടെ ആ ഒരു ഐലൻഡിൽ വെറും 6000 പേര് മാത്രമേ താമസിച്ചിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ മറ്റുള്ള ഐലൻഡിലോട്ടൊക്കെ മാറിപ്പോകാൻ തുടങ്ങി. പിന്നീട് ഈ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയതോടുകൂടി അവരൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പോൾ അവിടെ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ മെയിനായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. കാരണം അവിടുത്തെ മണ്ണെന്ന് പറയുന്നത് വെള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ അഗ്രികൾച്ചറിന് പറ്റുന്ന ഒരു സ്ഥലമല്ല. അവിടെ ഈ പഴം, മാംഗോ എന്നുള്ളതൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഈ ആളുകളൊക്കെ അതിൽ പോകാനുള്ളതാണ്. ഈ ഒരു ബോട്ടിൽ ഏകദേശം 140 മുതൽ 150 പേര് വരെ പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി എത്ര പേർക്ക് പോകാൻ പറ്റും എന്നുള്ളത്.
ഇവരൊക്കെ ഓരോ ബോട്ടിലും പോകേണ്ട ആളുകളാണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് പോകണേക്കാൾ മുന്നേ ഒരു ടാഗ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാഗ്. ഹലോ, ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. Kepala sukunya di mana? ഈ ബോട്ടിൽ കയറാനായിട്ടുണ്ടല്ലോ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്ന പോലെ ഉണ്ട് കേട്ടോ. വിചാരിക്കുന്ന പോലെ അത്ര അടിപൊളി പരിപാടിയൊന്നുമല്ല. ഭയങ്കര വെയിലും, എല്ലാവരും ക്യൂവും കോട്ടയും. ഇതിൽ കയറിപ്പെടുന്നത് ഒരു സംഭവം തന്നെയാണ്. ഇതാണ് നമ്മുടെ ബോട്ട്. ഓ, ഇതിൻ്റെ ഉള്ളിൽ നല്ല AC. അവിടെ ഇരുന്ന് ആശ്വാസമായി. വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. നുസാ പെനിഡയിലേക്ക് പോകുന്ന എല്ലാ ബോട്ടും ഇതേപോലെ AC ഒന്നുമല്ല. ചില സ്പീഡ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ AC കാര്യങ്ങളൊന്നുമില്ല, ഓപ്പൺ ആയിരിക്കും. ഇത് നമുക്ക് AC ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് പോകുന്നത്, ഏത് ടൂർ ഏജന്റിന്റെ കൂടെയാണ് പോകുന്നത്, അവരെടുത്ത് ചോദിക്കുക നുസാ പെനിഡയിലേക്ക് പോകുന്ന ബോട്ട് AC ഉള്ളതാണോ എന്ന് ചോദിക്കുക. കാരണം 1 മണിക്കൂറത്തെ യാത്രയാണ്. ഈ വെയിലത്ത് കൂടെ 1 മണിക്കൂർ യാത്ര പോയാലുണ്ടല്ലോ നമ്മൾ കരിഞ്ഞ് പണ്ടാറടങ്ങി പോകും. അപ്പം അതുകൊണ്ട് അവർക്കൊന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ചെക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്കത് അറിയില്ലായിരുന്നു. ഞാനും ചില വീഡിയോസൊക്കെ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ AC ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ഈ യാത്രക്കിടയിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ വാട്സപ്പിലെ പേരങ്ങോട്ട് മാറ്റി. എന്താണെന്നറിയോ? ഉണ്ട് സഖി ബാലി ഗാങ്. അതെന്താണെന്നറിയോ? കാരണം ഇതാണ് സംഭവം. നമ്മൾ ഇതിലാണെന്ന് ഇറങ്ങിയത്. അടുത്ത ബോട്ട് വരുന്നുണ്ട്. ഈ ഒരു ഐലൻഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ വലിയ ബസ്സൊന്നും ഇല്ല, ചെറിയ കാറുകളാണ്. അപ്പോൾ നമ്മൾ 30 പേർക്കും കൂടിയിട്ട് 6 അല്ലെങ്കിൽ 5 കാർ ഉണ്ടാവും. ഒരു കാറിൽ 5 പേരുണ്ടാവും അല്ലെങ്കിൽ 6 പേര്. So you be going your car? Okay, your car is ready? Yes. What's your name? Putra. Putra. Oh my God, you are a Putran. Yeah. You know what you mean by Putran? Putra is son. Good. You know it's. ഇവരെന്തിനാണ് നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെയാണ് നിങ്ങൾ പേഴ്സണായിട്ട് വരുമ്പോ ഒരാളെ 2 ആളും 3 ആളൊക്കെ ആയിട്ട് വരുമ്പോ ഇവരാണ് കൊണ്ടുപോകുന്നത്. Stephen. Hey, hello, how are you? All good? Good. അവനക്ക് കുറച്ച് വെകളി പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വന്നിട്ട് ടോയ്ലറ്റിൽ പോവാ, ഇവിടെ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ കുടിക്കുക. ബിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. One car will be 5 persons. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവരിങ്ങനെ ഓരോ വണ്ടിയിലാക്കാണ്. അപ്പോൾ 5 പേരുള്ള ഓരോ വണ്ടിയിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്ത കാഴ്ചകൾ കാണാമെന്നുള്ള രീതിയിലാണ് ചെറിയ വണ്ടിയിൽ. നുസാ പെനിഡ ശരിക്കും ഒരു കേരളം പോലത്തെ ഒരു പ്രദേശമാണ്. ഫുള്ള് തെങ്ങുകളും മാവുകളും, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ശരിക്കും കേരളത്തിലകപ്പെട്ട ഒരു പ്രതീതിയായിരുന്നു അവിടെ ചെന്നപ്പോൾ. നമ്മൾ ഇവിടെ നുസാ പെനിഡ ഐലൻഡിൽ വന്നിട്ട് ആദ്യം വന്നിട്ടുള്ളത് ക്രിസ്റ്റൽ ബീച്ച് ഐലൻഡിലാണ്. ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇവിടെ ബേസിക്കലി എല്ലാവരും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടാണ്, സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്നോർക്കലിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് ബേസിക്കലി എല്ലാവരും പോയിട്ടുള്ളത്. ഇതാണ് സംഭവം. ഞാൻ നിങ്ങൾക്ക് ഒരു ഡ്രോൺ കാഴ്ച എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ.
ഇവിടെ ഒരുപാട് പേര് ഇറങ്ങി കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറിന് മേലെ നമ്മൾ ഇവിടെ സമയം സ്പെൻഡ് ചെയ്തു. പക്ഷെ നമ്മൾക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബീച്ച് വന്ന് കണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട വേറൊരു സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. നുസാ പെനീഡയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അതാണ്. അവിടെയാണ് നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ബ്രോക്കൺ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ വേറൊരു സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കണ്ട ഇത് ബില്ലബോങ് ആണ്. ബില്ലബോങ് ബീച്ച് ബില്ലബോങ്. ഇവിടെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ 5,000 ആണ്. ഓക്കെ, ടേക്ക് ഫോട്ടോ 5,000K. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണോ 5,000 കൊടുത്താലും എടുക്കാം. ഞാൻ ഫോട്ടോ എടുത്തു. ഏഞ്ചൽസ് ബില്ലബോങ് അങ്ങോട്ട് പോകണം. അതിനുശേഷം ബ്രോക്കൺ ബീച്ച് ലെഫ്റ്റിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് സംഭവം. പല ലവ് സീൻസ് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവം. നമുക്കിനി നേരെ ബ്രോക്കൺ ബീച്ചിലോട്ട് പോവാം. ഓക്കെ, നുസാ പെനീഡയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹത്തോടെ എന്തായാലും പോകണം അല്ലെങ്കിൽ കാണണം. അത് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നൊരു സ്ഥലമുണ്ട്, ഒരു ക്ലിഫുണ്ട്, ക്ലിങ്കിങ് ബീച്ച്. അതിൻ്റെ ക്ലിങ്കിങ് എന്ന് പറയുന്നത് ചെറുവരില്ല കേട്ടോ, അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അത് ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ആൾക്കാർ ഇറങ്ങി പോകുന്നതും കുറങ്ങ് ചാടുന്നതും ഒക്കെ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോകുന്നത്. നല്ല ഡ്രോൺ ഷോട്ട്സ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇഷ്ടംപോലെ വണ്ടികളവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്, കുറേ കടകളുണ്ട്. അപ്പോൾ നമ്മളുടെ യാത്ര ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ നടക്കണം. ഒരുപാട് കപ്പിൾസ് കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കണ് യാത്രയിൽ. ഇതാണ് കാഴ്ച, ഇതാണ് കാഴ്ച. പക്ഷേ ഞാൻ നിങ്ങളിങ്ങനെയല്ല കാണിക്കാം. ഞാൻ നിങ്ങളെ ശരിക്കും നല്ലൊരു ഡ്രോൺ ഷോട്ട് എടുത്ത് കാണിച്ചു തരാം, ഇതിൻ്റെ ഭംഗി എത്ര നല്ലതാണെന്നുള്ളത്. ഇതിൻ്റെ വീഡിയോസാണ് നമ്മൾ കണ്ടത്. നമുക്ക് ആ അറ്റം വരെ ഇറങ്ങിപ്പോവാം. ലെറ്റ്സ് വാക്ക്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നേരെ താഴോട്ട് പോണ്.
No, I'm just going here. ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കണം കേട്ടാ. ഓരോരുത്തര് കേറി വയ്യാണ്ടായി. Okay? Oh my god. അപ്പോൾ ഇറങ്ങാം. Here I am, know it's been a while. I was in denial about my love. Here I stand, I know I walked away. Had to find the person I'd become. I was high and I was low, moving mountains, rain and snow. But I felt that I was further from the truth. In the dark and stormy night, rolling thunder, flashing light, heard a whisper in the night, and it said, you should go back home, go back home, go back home, go. It's been there all along. You should go back home, go back home, go back home, go. That's where you belong. You should go back home, go back home, go back home, go. It's been there all along. You should go back home, go back home, go back home, go. It's been there all along. Here I am, know it's been a while. I was in denial about my love. Here I stand, I know I walked away. Had to find the person I'd become. I was high and I was low, moving mountains, rain and snow. But I felt that I was further from the truth. In the dark and stormy night, rolling thunder, flashing light, heard a whisper in the night, and it said, അപ്പോൾ നിസാപ്പനീട ഐലാൻഡിൽ നിന്നും വിട പറയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അവസാനം ഒരു ഐസ്ക്രീമും. അപ്പോൾ നേരെ ഇനി നമ്മളുടെ ബോട്ട് ജെട്ടി, അവിടുന്ന് ബോട്ടിൽ നമ്മളിനി നേരെ ബാലി. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 12:50. വെളുപ്പിന് 12:50. നമ്മൾ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് നമ്മൾ ഈ രാവിലെ തന്നെ ഇങ്ങനെ പോണേന്നുള്ളത്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു ഹൈക്കിങ്ങിന് വേണ്ടി പോവാണ്. കിന്താമണിയിലുള്ള ബാത്തൂർ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് വോൾക്കാനോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈക്ക് ചെയ്ത് പോവാണ്. ഏകദേശം ഒരു 7 കിലോമീറ്ററൊക്കെ നടക്കാനൊക്കെ ഉണ്ട്. 2 മണിക്കൂറത്തെ നടപ്പാണ്. അപ്പോൾ 1 മണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ട് അങ്ങോട്ട്. 2 മണിക്കൂർ അവിടെ ചെന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് നടന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ഒരു ആക്റ്റീവ് വോൾക്കാനോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാവിലെ തന്നെ ഉറക്കം കളഞ്ഞിട്ടൊക്കെ പോകുന്നത്. പിന്നെ മാത്രമല്ല നാളെ രാവിലെ നമ്മളെ ഫ്ലൈറ്റ് പിടിക്കും തിരിച്ച് ദുബായിക്കുള്ള. പോണേക്കാളും മുന്നേ അങ്ങനത്തെ എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. പിന്നെ മാത്രമല്ല ഇതേപോലെ ഹൈക്ക് ചെയ്ത് കിളിമഞ്ചാരോയിൽ പോയ ഒരു കപ്പിൾസ് ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഈ ഒരു അത് എത്ര കിലോമീറ്റർ നടന്നിട്ടാണ് കയറിയത് കിളിമഞ്ചാരോയിൽ? അത് 7 days ആണ്. 7 days ആണ്. 65 kilometers. 65 kilometers കയറിയിട്ടാണ് അന്നതായത്. അന്ന് കയറിയിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തപ്പോ യാന്നുള്ള ചിന്ത ഒക്കെ ഉണ്ടായിരുന്ന. അടിപൊളി. ഇവരെ വെഡിങ് ആനിവേഴ്സറിക്കാണ് അവര് എന്തായാലും പോയത്. ആ ഒരു എക്സ്പീരിയൻസിന്റെ ഇതൊരു കുഞ്ഞ് എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ. ഇന്ന് ഉറങ്ങാൻ പറ്റില്ല, എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ആൾക്കാരായിട്ടാണ് നമുക്ക് ഇങ്ങനെ പോകേണ്ടത്. ഇങ്ങനെ ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടാനും ചെയ്യാനും താല്പര്യമുള്ള ആളുടെ കൂടെ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു രസം ഉണ്ടാവും. ബാക്കിയുള്ള വിശേഷങ്ങളെ ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ കോഫിയും ടീയും അതേപോലെ തന്നെ കേക്കും വാട്ടർമെലണും ഒക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ പോണ്. ആദ്യമായിട്ടാണ് നമ്മളൊരു
ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങാൻ പോണത്. കാരണം ഇത്രയും ദിവസം ഇവിടെ നമുക്ക് തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ തണുപ്പുണ്ട്, അവിടെ ഫോഗ് നോക്കിയേ ചെറുതായിട്ടൊക്കെ. അപ്പോൾ കഷ്ടകാലം കൊണ്ട് ഞാൻ എൻ്റെ ജാക്കറ്റ് നിർത്തിയിട്ടില്ല. അടിപൊളിയായി, സുഖായി. ജാക്കറ്റ് വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ എന്തായാലും സംഭവം യുഗേ ഇറങ്ങി നമുക്ക്. ഇതാ എല്ലാവരും പോവാൻ സെറ്റായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചെറിയ വണ്ടിയിലായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് പോവാണ്. ഒരു 5 പേരായിട്ട് ഇവിടുന്ന് 2 കിലോമീറ്റർ താഴേക്ക് പോവാണ്. 2 കിലോമീറ്റർ താഴേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നടത്താൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ 5 പേർക്കും ഒരു ഗൈഡ് ഉണ്ടാവും. അവർ പറഞ്ഞനുസരിച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ വഴി തെറ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോമീറ്റർ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളും ഒരുപാട് ആളുകളും. ഇത്ര അധികം ആളുകളുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അവിടെയൊക്കെ വണ്ടികൾ എടുക്കണം. ചിലപ്പോൾ ഇരുട്ടായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ ഹൈക്കിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. ഹൈക്കിംഗ് സ്റ്റിക്കൊക്കെ ഇവിടെ എല്ലാവരുടെ അടുത്തും ഉണ്ട്. നമ്മളടുത്തൊന്നും സ്റ്റിക്കില്ലല്ലോ. സ്റ്റിക്ക് അവർ തരുമോ? വാട്ട്സ് യുവർ നെയിം? എഡി. അയ്യാ, വെരി നൈസ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങണ എല്ലാവർക്കും ഹെഡ്ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതന്നെ. അപ്പോൾ നമ്മളും ഇതേപോലെ വെച്ച് നടക്കാണ്. വെളിച്ചവുമായി ഞങ്ങളുടെ ഷൈൻ ബായ് ലൈനിലുണ്ട്. ഷൈൻ ബ്രോ, വണ്ടർ ഫുഡി. ഇതാണ് ഉള്ളിത്തോട്ടം. ഉള്ളിത്തോട്ടത്തിലാണ്ട് ഇഞ്ചിത്തോട്ടം, അതേപോലെ തന്നെ വേറെ തോട്ടങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് സമാധാനത്തിൽ കാണാം. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി ആലന കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്നിൽ തിന്നിടുവാണ്ട് സഖി ഒരു കുലമുന്തിരി. ഞങ്ങള് ഹൈക്കിങ്ങിന്റെ ഇടയിൽ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ഞങ്ങൾ ഹൈക്ക് ചെയ്യണത്. അപ്പൊ നമുക്ക് കഴിക്കാനുള്ള ഫുഡും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. Okay. Let's have fun. Let's walk. Fun group. What? Fun group. Fun. Yeah, we are having fun. 2.5 കിലോമീറ്റർ നടന്ന് കയറി എല്ലാവരും ബ്രേക്ക് എടുക്കാനായിട്ട് ഇരിക്കുന്നു. നമുക്ക് വഴിയിൽ ഇതേപോലെ ബൈക്കുകളൊക്കെ കാണാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ വണ്ടിയിൽ കയറി പോകാം. നമുക്ക് ഏകദേശം ഒരു 3.5 ലക്ഷം റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത് മുകളിലെത്തിക്കാൻ. നടക്കണം. അവിടെ ഇങ്ങനെ സൂര്യനിങ്ങനെ ഉദിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നടക്കാനുണ്ട്. കേറ്റ അടിപൊളി. ഇതിൻ്റെ വ്യൂ കണ്ട. ഞങ്ങൾ അങ്ങനെ ഓൾമോസ്റ്റ് 80% തീർന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ. എങ്ങനെയുണ്ട് നടന്നിട്ട്? നൈസ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നമുക്ക് നിർത്താന്നൊക്കെ തോന്നും, ബൈക്കിലൊക്കെ കയറി പോകാൻ തോന്നും. പക്ഷേ അതിനുള്ളൊരു മൈൻഡ് വേണമല്ലോ. നമ്മൾ മുകളിലേക്ക് നടന്ന് കയറുന്നുള്ളത് അതൊരു മൈൻഡ് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി നടക്കാനുള്ളൂ. നടക്കട്ടെ. വേണ്ട ഇത് വേണ്ട റെഡ് ലാവ പോലെയാണ്.
ഇനി ഇവിടുന്ന് നേരെ എവിടെയും വരണമെങ്കിൽ കയറണം. അതാണ് ഏറ്റവും ടോപ്പ്. ഓക്കെ, എന്ത് രസമാണ്. ബൈക്കിന് വന്നിട്ട് സുഖമായിട്ടിരിക്കില്ല. 60-70% നമ്മൾ കയറിക്കണം. ഞാൻ ആശുവാക്കെ കൂടെ അവസാനം നോക്കുമ്പോൾ ടോർച്ച് ലൈറ്റ് മാത്രമേ കാണാനുള്ളൂ. അല്ല, അത് നമ്മള് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. എത്ര വരെ എന്നുള്ളതല്ല, പെർസെന്റേജ് അല്ല. ഇനി അതൊക്കെ പറയാം. എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ. പിന്നെ എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ. കുറച്ച് സ്റ്റെപ്പ് എന്നിട്ട് ടീ ബ്രേക്ക്. നമ്മൾ അവിടുന്ന് കട്ടൻ കാപ്പി കുടിച്ച് ഏറ്റവും പൊക്കത്ത് കയറണം. വളരെ നൈസായിട്ട് വളരെ അടുത്താണ്. ഓക്കെ, എന്നാൽ ഇവിടെ അടുത്തോളൂ, തൊട്ടടുത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നാണ്. സ്റ്റെപ്പ് ഇത് നമുക്ക് കുറച്ചുകൂടി അങ്ങനെ കയറി ഇറങ്ങി കയറി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പിന്നെ കയറി അവിടെയും വരാൻ പോവാം നമുക്ക്. നമ്മുടെ കൊച്ചു പൊട്ടക്കണക്കിൽ ജീവിച്ചുകൊണ്ട് നമ്മളുടെ അയൽക്കാരനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഇടുങ്ങിയ മനസ്സും ഇടുങ്ങിയ ചിന്തകളുമായി ചുരുങ്ങിയ ഒരു സ്വപ്നലോകത്ത് ജീവിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യനെ വെറുക്കാൻ പഠിക്കുന്നതിന് പകരം ലോകത്തിലേക്ക് ഇറങ്ങുക, ലോകത്തിൻ്റെ ഈ വിശാലത കാണുക, ആഹ്ലാദത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ പങ്കാളികളാവുക. നമ്മളുടെ ഈ മനസ്സിൻ്റെ താളം മാറും, ചിന്തകൾ മാറും, പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാകുന്ന വ്യക്തികളായി മാറും. അങ്ങനെ നമ്മൾ ഈ ഒരു കിന്താമണിയുടെ അവിടുന്ന് നമ്മൾ ഈ ഒരു ബാത്തൂലിൻ്റെ വോൾക്കാനിക് റോക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ശരിക്കും നല്ലൊരു എഫേർട്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇനിയും വേണമെങ്കിൽ നമുക്ക് അറ്റം വരെ നമുക്ക് നടക്കാം. പക്ഷേ നമുക്ക് ഇന്ന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകും. ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്, കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ചെറിയ ബ്രെഡും ചോക്ലേറ്റും അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ. ഓക്കെ, പാവം സഫൂറ. പാവം സുഹാന മല കയറി വയ്യാണ്ടായി. എത്ര കിലോമീറ്റർ കയറി? ഏകദേശം ഒരു 6 കിലോമീറ്ററോളം നടന്ന് കയറി വയ്യാണ്ടായി. വെള്ളം കുടിച്ച് സംസാരിക്കാനും പറ്റണില്ല, ശ്വാസവും കിട്ടണില്ല. പക്ഷെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഒരു ബൈക്ക് പോലും എടുക്കാതെ ഇങ്ങനെ കയറിയല്ലോ. ചിലവരൊക്കെ ഉണ്ട് ബൈക്ക് എടുത്ത് ചുളിയിൽ കൂടെ മുകളിൽ കയറിയവര്, അവരൊക്കെ ഇങ്ങനെ വായം തുറന്നിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ട് സഫീറ. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്ക്. ഒരു പെൺകുട്ടി ഇങ്ങനെ കയറിയില്ലേ, അടിപൊളി. നമ്മള് അവിടെ തണുപ്പായിരുന്നെങ്കിൽ ഇവിടെ ചൂടാണ്. ഓക്കെ, ഇതാ വോൾക്കാനോന്റെ ആ ഒരു ചൂടാണ് വരുന്നത്. നമുക്ക് തൊടുമ്പോൾ നമുക്ക് അറിയാനും പറ്റും. അപ്പൊ നമ്മള് ആ ഒരു ക്യൂല് നിൽക്കണം അങ്ങോട്ട് പോകാനായിട്ട്. നോക്കിയാ ആ ചൂട് കാണാനായിട്ട് നോക്കിയാട്ടാ. ഇത് കംപ്ലീറ്റ് ഫോഗും നല്ല തണുപ്പുള്ള ഏരിയ ആണത്. പക്ഷെ നമുക്ക് അവിടെ പോയിട്ടൊന്ന് കാണാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ കാണാൻ നിൽക്കുന്നതാണ്. പോവാം. Okay guys, everyone come up, just come up. It's a tropic. Yeah. കണ്ട, ഇത് നമ്മളൊരു സ്റ്റീം ആവുന്ന പോലെയാണ്. ഓക്കെ, ഓ ചൂടുന്നത് ശരിക്കും. Yeah, what is this? If you do what? കൈ ഇങ്ങനെ. Okay. Oh. Okay. കൈ. Okay. Okay. ഇതാണ് അവസ്ഥ. എന്തായാലും ഇതാണ് ഇതിന്റെ പുക വരുന്ന പറയണത്.
ഓ ഇത് ശരിക്കും ചൂട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്തിട്ട്. ഓക്കെ, ചൂട് വെള്ളം. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അങ്ങോട്ട് പോവാം. നമ്മളെ ടീമിനെ കംപ്ലീറ്റ് കാണണം. Ankara, how's things? Good. Good? Nice weather You took today. bike, eh? You took bike. Okay. Just short. I have to follow someone. ഫ്രണ്ടിനെ നമുക്ക് അടുത്ത് കിട്ടി. Monkey. നമ്മളങ്ങനെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ട്രെക്കിങ്ങിനെ എല്ലാവരും കൂടി വരാൻ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതൊക്കെയാണ്. എല്ലാവരും ഏകദേശം നമ്മൾ 30 പേരിൽ 24 പേരാണ് ഇതിൽ ഒരു ട്രെക്കിങ്ങിൽ പങ്കെടുത്തത്. അതിൽ ഒരുവിധം എല്ലാവരും നടന്ന് തന്നെ കയറിയിട്ടുണ്ട്. കുറച്ച് പേര് മാത്രമാണ് ബൈക്കിൽ വന്നത്. എന്തായാലും ഏകദേശം 1717 മീറ്റർ, അതായത് ഏകദേശം 5633 അടി ഉയരത്തിലാണ് നമ്മൾ നടന്ന് കയറിയിട്ടുള്ളത്. അതും ഒരു വോൾക്കാനിക് ആയിട്ടുള്ള ഒരു മൗണ്ടൻ്റെ മുകളിൽ. ഇവിടുന്ന് മുകളിലുള്ള കാഴ്ച അതാ ആ കാണുന്നതാണ്. ഇവിടെ ഇന്തോനേഷ്യയിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും വലിയൊരു വോൾക്കാനിക് മൗണ്ടൻ ആണ്. എന്തായാലും നമുക്ക് ഇവിടെ നമ്മൾ ഒരുമിച്ചാണ് നമ്മളുടെ ടീം കയറിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു കയറിയിട്ട്. സഫീറും അടിപൊളിയായിട്ട് കയറി. എന്തായാലും ബൈക്കൊന്നും എടുത്തില്ല. അത് എല്ലാവരുടെയും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ കയറിയത്? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എല്ലാവരുടെയും. ഇതിനു മുന്നേ ഹൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ? നമ്മളെ റാസൽ കേമയിലൊക്കെ ആരെങ്കിലും ഹൈക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളെ റഹീംക്കൊക്കെ ബൈക്കിൽ വന്ന് എന്നാലും കുറെയൊക്കെ നടന്നല്ലോ. അതും ഈ പ്രായത്തില് വന്നതില് അഭിനന്ദിക്കുന്നു. അത് അറ്റംപ്റ്റ് ചെയ്തല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ഇതിന് വരാൻ പറ്റിയല്ലോ. നമ്മളൊക്കെ ചിലപ്പോൾ ഈ ഒരു പ്രായമാകുമ്പോൾ ചിലപ്പോൾ റൂമിൽ തന്നെ ഇതേണ്ടി വന്നേനെ. എന്തായാലും ഈ ഒരു പ്രായത്തിൽ വന്നതിൽ വളരെയധികം അഭിനന്ദിക്കുന്നു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ശരിക്കും ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയല്ലേ? വളരെയധികം ഭാഗ്യവാന്മാരാണ് ഞങ്ങൾ. അതെ, പ്രത്യേകിച്ച് ഷൈൻ ബ്രോയുടെ കൂടെ വന്നതിൽ വളരെയധികം സന്തോഷം. വളരെ എനർജിക്കറ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മളുടെ ഏറ്റവും ലാസ്റ്റത്തെ ദിവസമാണ്. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് ദുബായിലേക്ക് തിരിക്കും. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു കാഴ്ചയും കൂടിയുണ്ട്, ഹെവൻ, ഗേറ്റ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും ഇവിടെ വന്നിട്ട് നമ്മളുടെ ഗ്രൂപ്പിന് ഒരു പേരിട്ടിട്ടുണ്ട്. ആ പേരെന്താണെന്ന് പറഞ്ഞേ? ഉണ്ട് സഖി. ഇവിടുത്തെ ബാലി ആൾക്കൊണ്ട് നമ്മളെ പേരെടുക്കും. ഉണ്ട് സഖി എവിടെയെന്നാണ് അന്വേഷിച്ച് നടന്നിരുന്നത്. ടീം ഉണ്ട് സഖി എന്നാണ് ഞങ്ങളുടെ ടീമിന്റെ പേര്. അപ്പോൾ ആ ഒരു പാട്ട് പാടി അങ്ങോട്ട് ഇറങ്ങല്ലോ നമുക്ക് ഇവിടുന്ന്. അപ്പൊ തുടങ്ങല്ലേ? റെഡി, 1 2 3. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി കാലണ കയ്യിൽ. ഉണ്ട് സഖിയേ കൽബിലൊരാശ തിന്നിടുവാൻ. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി മാലണ കയ്യിൽ. ഉണ്ട് പ്രിയേ കൽബിലൊരാശ തിന്നിടുവാൻ. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി മാലണ കയ്യിൽ. ഉണ്ട് പ്രിയേ കൽബിലൊരാശ തിന്നിടുവാൻ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇനി മല ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരും ഗുഡ് ബൈ. അപ്പോ ഞങ്ങള് ബൈക്കിന് പോകാൻ പോണ്. ലെറ്റ്സ് ഗോ. ഓക്കെ, ആദ്യം തന്നെ ഞങ്ങള് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പോണ്. കയറിയത് ഞങ്ങള് നടന്ന് കയറി, ഇറങ്ങണത് നമ്മള്
നടക്കണത് നമ്മള് ഇറങ്ങണത് നമ്മള് ബൈക്കിൽ. എന്റെ യു ആർ ദ റൈഡർ. യു ആർ ദ റൈഡർ. യെസ്, ലെറ്റ്സ് റൈഡ്. അപ്പോ റൈഡ് ചെയ്യാൻ പോണം. ഓക്കെ, അപ്പോ കാണിച്ചു തരാം. അപ്പൊ പോണേ. അപ്പോൾ നമ്മൾ താഴെ എത്തിട്ടോ, നമ്മളെ വണ്ടിക്കാരെടുത്തെത്തി. അപ്പോൾ റൈഡർ, താങ്ക് യു സോ മച്ച്. Thank you so much. Thank you for use our service. Alright, great. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മൾ നേരെ വന്നത് ഒരു നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്ങിലോട്ടാണ്. നാച്ചുറൽ ഹോട്ട് സ്പ്രിങ് എന്താണെന്ന് നിനക്കറിയാലോ. ഇതാണ് സംഭവം. വെൽക്കം ടു ബത്തൂർ നാച്ചുറൽ ഹോട്ട് സ്പ്രിങ്, ദ ഓൺലി വൺ ഹീലിംഗ് സ്പാ ഇൻ ബാലി. സോ നമ്മളിവിടെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കുളിക്കാനോ അതേപോലെ തന്നെ ഡ്രസ്സ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ടീഷർട്ടോ ഡ്രസ്സോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. മേടിക്കണ്ട? ഹോട്ട് സ്പ്രിങ്ങിനുള്ള പ്രിപ്പറേഷനിലാണ് അല്ലേ? ഓക്കെ. ഹോട്ട് സ്പ്രിങ്ങിനെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. പലർക്കും ചില ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഈ ഒരു ഹോട്ട് സ്പ്രിംഗ് വാട്ടർ എന്നുള്ളത്. ഭൗമോപരിതലത്തിൽ ചൂടായിട്ടുള്ള ഭൂഗർഭജലം ഉണ്ടാവും. അതായത് ഭൂമിയുടെ പുറന്തോടിൽ നിന്നും പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നീരുറവയാണ് ഈ ഒരു ഹോട്ട് സ്പ്രിംഗ് വാട്ടർ. തൊട്ടടുത്ത് തന്നെ വോൾക്കാനിക് റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നും വരുന്ന നീരുറവ എന്ന് വേണമെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അതിൽ എല്ലാ നീരുറവയിലും കുളിക്കാനൊന്നും പറ്റില്ല. അതിൽ ചെറുതായിട്ട് തണുപ്പുള്ള ചെറിയ നീരുറവയുണ്ട് നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്നത്. ആ നീരുറവയാണ് ഇങ്ങോട്ട് വരുന്നത്. അത് സ്കിന്നിന് ഒരുപാട് നല്ല ട്രീറ്റ്മെന്റും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നൊക്കെയാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് വന്നിട്ട് ഇഷ്ടം പോലെ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കാം. ആ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ് നല്ല ചൂടുള്ള വെള്ളം. താഴേക്ക് പോകുന്തോറും ആ ഒരു ചൂടിന്റെ കാഠിന്യം കുറയും. മുകളിലോട്ടാണ് കുളിക്കുന്നത്, നല്ല ചൂടുള്ള വെള്ളം വരും. ഇഷ്ടം പോലെ നേരം നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ കുളിക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ നമുക്ക് മസാജ് ഒക്കെ ചെയ്യാം. അവിടെ അതിനുവേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പൈസ ഒക്കെ കൊടുക്കണം. ഏകദേശം $10 ആണ് വരുന്നത് ഒരു ഫ്രീ മസാജിന് വേണ്ടിയിട്ട്. ഫ്രീ അല്ല, പൈസ കൊടുത്തിട്ടുള്ള മസാജ്. അപ്പോൾ അതിനുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതിന്റെ കുളിക്കുന്നതിന്റെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കാരണം നമ്മളെല്ലാവരും വെള്ളത്തിൽ തന്നെയായിരുന്നു. ശരിക്കും ടയേർഡായിരുന്നു നമ്മളെല്ലാവരും. ആ ഒരു കിന്താമണി വോൾക്കാനിക് റോക്ക് ഹൈക്ക് ചെയ്ത് വന്നിട്ട് പിന്നെ അതിന് ശേഷം അതിറങ്ങി നേരെ വന്നത് ഇതിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ്. തലേ ദിവസം നമ്മൾ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ടയേർഡായിരുന്നു. എന്തായാലും ഈ ഒരു ഹോട്ട് സ്പ്രിംഗ് വാട്ടറിലെ കുളിക്ക് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ അവസാന കാഴ്ചയിലോട്ടാണ്. നമ്മളങ്ങനെ നമ്മുടെ യാത്രയിൽ ഏറ്റവും ലാസ്റ്റ് സ്ഥലത്തേക്ക് വന്നേക്കാണ്. ലംപു യാങ് എന്ന് പറയുന്ന ഒരു ടെമ്പിളിൽ. 11th സെഞ്ച്വറിയിൽ പണിത് ഈ ഒരു ടെമ്പിൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ ബസ്സൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യാം. ബസ് പാർക്ക് ചെയ്തല്ലെങ്കിൽ വണ്ടിയൊക്കെ ഇതേപോലെ വേണ്ട വലിയ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ബസ്സിൽ കയറി പോകണം. ഓക്കെ. പിന്നെ ഈ ഒരു ടെമ്പിളിന് നമ്മൾ ഗേറ്റ് ഓഫ് ഹെവൻ എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഭയങ്കര വൈറലായിരുന്നു. 2 മതിലിൻ്റെ ഇടയിൽ നിന്നിട്ടൊന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത്, ഒരു ഗ്ലാസ് ഇതൊക്കെ വെച്ചിട്ട്. ഒരു 4 വർഷം മുമ്പ് വരെ ഈ ഒരു അമ്പലത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല.
ആരും വരെ കാണുക അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല. സാധാരണ ഒരു ടെമ്പിൾ അത്രയേ ഉള്ളൂ. പക്ഷേ 4 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് ഒരു ആൾ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത്, ഒരു ട്രിക്ക് വഴി ഫോട്ടോ എടുത്ത് ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെ ഇത് വെച്ച് എടുക്കുമ്പോൾ താഴെ മുകളിലും കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ ഫോട്ടോ വരണം. അന്ന് മുതൽ ആളുകൾ ഈ ഒരു അമ്പലത്തിലോട്ട് വരാൻ തുടങ്ങി, കൂടുതലായിട്ടും അങ്ങനെ ഫോട്ടോ എടുക്കാനായി ക്യൂ നിൽക്കലായി. അങ്ങനെ ഈ ഒരു അമ്പലം ഭയങ്കര ഫേമസ് ആയി. ബാലിയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമായിട്ട് തന്നെ മാറി. അപ്പോൾ ആ ഒരു സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത്. പോവാം നമുക്ക്. അപ്പോൾ നമ്മൾ നമ്പർ 15, ഓരോ ബസ്സിന് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ 15 കയറി ഇതേപോലെ ഇങ്ങനെ ആദ്യം നമ്മൾ തന്നെ ഇരിക്കും. എല്ലാവരും നല്ല കാലുവേദന ഉണ്ടല്ലേ. കാലുവേദന എടുത്തിട്ട് മനുഷ്യന് അടപ്പളകി. മനസ്സിലായി. കാലെടുത്ത് വെക്കാൻ പറ്റണില്ല. സത്യം. നമ്മൾ മുകളിലെത്തി. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ട സൗകര്യം. ഇവിടെ കുറച്ച് നിബന്ധനകൾ അവർ വെച്ചിട്ടുണ്ട്. നിബന്ധനകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ എൻ്റർ ഓൾ വിസിറ്റേഴ്സ് ഹാവ് ടു പ്യൂരിഫൈ ബൈ ഹോളി വാട്ടർ. പിന്നെ വുമൺ ആർ നോട്ട് പെർമിറ്റഡ് ആ മെൻസ്ട്രേറ്റിംഗ് പീരീഡ് പോകാൻ പാടില്ല. ഓൾ ടൈംസ്. അപ്പോൾ അവർ ഈ ഒരു മുണ്ട് എപ്പോഴും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ദി ഷോൾഡേഴ്സ് ആൻഡ് ബാക്ക് മസ്റ്റ് ബി കവർഡ് ബൈ ഓൾ ഐ. പിന്നെ നെവർ ക്ലൈംബ് അപ്പ് temple walls, raised platforms or status. Only those who visit in to pray are allowed inside main area. The use of drone photographing the temple are not permitted. Ayyo, please avoid yoga അങ്ങനെ. ഓക്കെ, കീപ് ദ തോട്ട്സ്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ, കിസ്സിങ് ഇസ് നോട്ട് പെർമിറ്റഡ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ പാലിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ഗൈഡ് പറയണത് എന്താ വെച്ചാൽ ഗൈഡിൻ്റെ അടുത്ത് മുണ്ടുണ്ട്, നമ്മൾ മേടിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗൈഡ് ഇതാ മുണ്ടായിട്ട് വരുന്നുണ്ട്. ഇതേപോലെ കെട്ടിത്തരും. ഇത്രേ ഉള്ളൂ. വേണ്ട, ഞാനും മുണ്ടെടുത്ത് എല്ലാവർക്കും എന്താ ഇതേപോലെ മുണ്ടെടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. വേണ്ട, 299 നമ്മൾ 299 ആളാണ്. ഫോട്ടോ എടുക്കാനടക്കം ക്യൂവും ലൈനും ഇതൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. അത്രയ്ക്ക് റഷാണ്. ഈ ഇതുണ്ടല്ലോ, ഇത് ഭയങ്കര വൈറലായപ്പോൾ ഗൈഡ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കാനായിട്ട് 4 മണിക്കൊക്കെ ആൾക്കാർ വരും. കര കിട്ടാൻ വേണ്ടിയിട്ടേ. എന്നാൽ പോലും 40, 50, 60 ഒക്കെ ആയിരിക്കും നമ്പർ കിട്ടാന്നുള്ളതാണ്. എന്താണല്ലേ, എന്തായാലും നമുക്ക് എന്തായാലും ഫോട്ടോ എടുക്കണം. എന്തായാലും പോയിട്ട് ക്യൂല് നിന്നിട്ട് വന്നല്ലേ. സ്റ്റെപ്പ് പോവാം. എല്ലാവരെയും മുണ്ടെടുത്ത് ഒപ്പിച്ചുകൊണ്ടിരിക്കണം. ഇവിടുന്ന് വീണ്ടും നമ്മൾ മുകളിലോട്ട് കുറച്ച് കയറണം. താങ്ക് യു. അപ്പം നമ്മളുടെ തലയിലോട്ട് ഇങ്ങനെ ഹോളി വാട്ടർ ഒഴിക്കും. ഇതാണ് സംഭവം. ഇത് നമ്മൾ ഇവിടെ കണ്ട കാഴ്ച. പക്ഷെ എല്ലാവരും വരുന്നത് എന്തിനാണെന്നറിയോ? നമ്മളെ നേരെ ഫ്രണ്ടിലുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാ കാണട്ടെ, ദേ ഈ ഒരു സംഭവം. ഇതിന് വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഇതിനെല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അതന്നെ, ക്ഷമയില്ലാതുകൊണ്ട് കാര്യമില്ല. ദേ ഇവിടെയൊക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അതിനുശേഷം ദേ ഇപ്പുറവും ഉണ്ട് എല്ലാവരും ക്യൂലിങ്ങനെ നിൽക്കണ്. ഇവരൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കും ഫോട്ടോ എടുക്കാനായിട്ട്. ഒരു ഫോട്ടോ എടുക്കണ എങ്ങനെ കണ്ടിട്ടുണ്ടോ? മൊബൈൽ വെച്ചിട്ട് താഴെ ഒരു സാധനം ഗ്ലാസ് വെക്കും.
ഈ ഗ്ലാസ് വെച്ചിട്ടാണ് അവർ ഫോട്ടോ എടുക്കുന്നത്. അപ്പോഴാണ് താഴെ മുകളിലുമായിട്ട് നിൽക്കുന്നത് കാണാം. ഇതാ ഞാൻ ഒരു ഫോട്ടോ എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. This one magic. Yeah, very nice. Yeah, very nice. Very nice. Next pose. അപ്പോൾ അവരിങ്ങനെ പോസ് ചെയ്യും. Another pose. നമുക്ക് ഇഷ്ടമുള്ള പോസ് ചെയ്യാം. പോസൊക്കെ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. Last one. ഫോട്ടോ എടുക്കും. Don't zoom my mouth. Okay, good. സംഭവം കണ്ടല്ലോ. ഇത് ഈ ഒരു ഫോട്ടോക്കാണ് വരുന്നത്. കണ്ട അവരിപ്പോൾ നമ്പർ വിളിച്ചു 109. നമ്മൾ 290 സംതിങ് ആണ്. 207. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനല്ലാതെ വേറൊരു മനുഷ്യന്മാരും ഇവിടെ വരില്ല. അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫോട്ടോ എടുക്കാനായിട്ട്. എന്തായാലും മണിക്കൂറുകളോളം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോ കിട്ടിയത്. നല്ലൊരു ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പോർട്രേറ്റുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഹൈലൈറ്റ്സിലും സ്റ്റോറീസിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ആയിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടും. റിയലി വർത്ത് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാലിയിൽ വന്നിട്ട് 5ാമത്തെ ദിവസം. ഇന്ന് പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റി ഇല്ല. നമ്മൾ തിരിച്ച് ദുബായിക്ക് ഫ്ലൈ ആണ്. ഇപ്പം സമയം രാവിലെ 8:10. 4 ദിവസം പോയത് അറിഞ്ഞിട്ടില്ല. ശരിക്കും ഉറക്കം ശരിക്കും എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഓരോ ദിവസവും ഓരോ കറക്കത്തിലായിട്ട് ഇങ്ങനെ നടക്കായിരുന്നു. ഇനി 5ാമത്തെ ദിവസം തിരിച്ചു പോവാണ്. ഇതാ നമ്മളുടെ ബസ് റെഡിയാണ് പോകാനായിട്ട്. അതേപോലെ തന്നെ എല്ലാവരുടെയും പെട്ടികളൊക്കെ റെഡിയാണ്. പെട്ടികളിതാ ഈ ഫാനിൻ്റെ ഉള്ളിൽ വന്ന പോലെ തന്നെ കൊണ്ടുപോകും. ഗുഡ് മോർണിംഗ്. അപ്പോൾ പിൽജു അവസാനം ലേറ്റ് ആയിട്ട് വന്ന് ഡിലേ ആയിട്ട് എല്ലാം ഫിനിഷ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മളെ ട്രിപ്പുകളൊക്കെ കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? വിചാരിച്ച എക്സ്പെക്ടേഷൻ എത്തിയോ അതോ അത്ര ആയിട്ടില്ല അങ്ങനെ എന്താണുള്ളത്? ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല കുഴപ്പമില്ല. അടിപൊളിയായിരുന്നു. ഗാല ഡിന്നർ മിസ്സായി പോയി. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. ലഞ്ച് എങ്ങനെയുണ്ടായിരുന്നു? Memorable experience. വിചാരിച്ച അത്രക്കായോ അല്ലെങ്കിൽ എക്സ്പീഡ് ചെയ്തോ? നന്നായിരുന്നു. എൻജോയ് ചെയ്തിരുന്നു. സൂപ്പർ എല്ലാം നല്ലതായിരുന്നു. ഏറ്റവും നല്ലത് ട്രക്കിംഗ് ആയിരുന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഇങ്ങനെ ട്രക്കിംഗ് ഞാൻ പോയിട്ടില്ല. അതെ അല്ലേ? ഏറ്റവും അടിപൊളി. പറഞ്ഞോളൂ, എന്താണ്? അടിപൊളിയായിരുന്നു. ഗ്രൂപ്പ് ടൂറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇറ്റ് വാസ് ഫെൻറ്റാസ്റ്റിക് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ്. പിന്നെ ഷെയിൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്തത്. ദാറ്റ് വാസ് ചെറിയ ഓൺ ദി ഐസിങ്. താങ്ക് യു സോ മച്ച്. വേറെ പറയാനായിട്ട് നാച്ചുറൽ ബ്യൂട്ടി, യുനോ, still a virgin land, I can say that. Beautiful place, must visit. Yeah, that's it. Expectation ഒക്കെ മീറ്റ് ചെയ്തോ? Yeah, absolutely. We are just looking forward to your next trip. Inshallah, hopefully. അച്ഛാ എന്താണ്? Yes, അടിപൊളി. അച്ഛാ അടിപൊളി ചെയ്യാനൊക്കെ ആയിട്ട് വന്നേക്കാണ് അല്ലേ? ചോദ്യമൊക്കെ ഇട്ടിട്ട് നല്ല ട്രിപ്പായിരുന്നു. ഇതുവരെയായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ പോയിട്ടില്ല. പോയിട്ടുണ്ട്. യൂറോപ്പിൽ ഞങ്ങൾ 2012 ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഇത് ചെയ്തപ്പോൾ അത് വേറൊരു വൈബായി. വളരെയധികം സന്തോഷം. കൂടെ വന്നതിലും ജോയിൻ ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ദിവസം കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് 4 ദിവസം അങ്ങോട്ട് പോയതായിരുന്നില്ല. എന്താണ് വയസ്സിൽ പോയി? വളരെ നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് ഷെയ്നെ പോലുള്ളവരുടെ കൂടെ കൂടി എൻജോയ് ചെയ്യാൻ പറ്റി. പുതിയ ഒരുപാട് മുഖങ്ങൾ കാണാൻ പറ്റി. വേറെ പരിചയപ്പെടാൻ പറ്റി. ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ട്രിപ്പ് 4 ദിവസം കഴിഞ്ഞ് 5ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ അതോ അതിനേക്കാൾ കൂടുതലായോ അല്ലെങ്കിൽ അതേപോലെ ആയിരുന്നോ? എബോവ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. നമ്മൾ വിചാരിച്ചില്ല നല്ലൊരു ഗ്രൂപ്പിനെ നമുക്ക് കിട്ടുകയും ചെയ്തു. എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. 5 ദിവസം പോയത് അറിഞ്ഞേ ഇല്ല. ഇന്നലെ രാത്രിയിലെ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് അയ്യോ നമ്മൾ നാളെ പോകുവാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അത്ര പെട്ടെന്ന് സമയം പോയി. എല്ലാവരും ഫുൾ എനർജി ആയിരുന്നു, ഫുൾ ഫണ്ണായിരുന്നു. യാത്രയെല്ലാം വളരെ സുഖമായിരുന്നു. ആർക്കും ഒരു പ്രശ്നവും വന്നില്ല. അത് വലിയൊരു കാര്യം. അങ്ങനെ എല്ലാം കൊണ്ട് സൂപ്പർ ട്രിപ്പായിരുന്നു. അടിപൊളി. നമ്മുടെ അച്ചായൻ്റെ വൈഫ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പറഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 4 ദിവസം? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പിൻ്റെ? എങ്ങനെയുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വന്നിട്ട്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ ഗ്രൂപ്പായിരുന്നു. പ്രത്യേകിച്ച് ഷൈൻ
ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇങ്ങനത്തെ ഒരു ട്രിപ്പ് വരാണെങ്കിൽ കൂടെ ജോയിൻ ചെയ്യോ? തീർച്ചയായിട്ടും. അതെ അല്ലേ? ഓക്കെ. പിന്നെ വാക്ക് മറക്കണ്ട, ആദ്യം പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടിട്ട് തുപ്പിയാരാന്ന് പറഞ്ഞത്. നമ്മള് വാണ്ടറിംഗ് ഫുഡിയുടെ ലോഗോ വെച്ചിട്ട് അടിപൊളിയായിട്ട് ക്യാപ്പ് ചെയ്തിരുന്നല്ലേ? എങ്ങനെയായിരുന്നു മോനെ? നല്ല ട്രിപ്പായിരുന്നു. അതെ അല്ലേ? ഈ കഴിഞ്ഞ 4 ദിവസം എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റി. ശരിക്കും എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് വരികയാണെങ്കിൽ ഇതേമാതിരി നമ്മൾ സുഖമായിട്ട് വരണം. ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കാണാൻ പറ്റി, മീറ്റ് ചെയ്യാൻ പറ്റി പുതിയതൊക്കെ അല്ലേ? അതെ. താങ്ക് യു. 3 ബീച്ചുകൾ കവർ ചെയ്ത ഒരു ദിവസം ഉണ്ടായിരുന്നു. അതിന് പകരം 2 ബീച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അവസാനം നമ്മൾ നല്ലോണം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, നല്ലോണം എക്സ്പ്ലോർ ചെയ്യായിരുന്നു. കാരണം ആക്ച്വലി 1 ഡേ ആ ഒരു ട്രിപ്പിൽ 2 ബീച്ച് മതിയായിരുന്നു അല്ലേ? കാരണം എല്ലാം ഹറിവരായി പോയി. പക്ഷെ വേറൊരു കാര്യം കൂടിയും ആ ഒരു നുസാപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നും പറയണം. നമ്മളിപ്പോഴും അവിടുത്തെ മുഴുവൻ സ്ഥലം കണ്ടില്ല. അവിടെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ആ ഒരു ടൈം കൺസ്ട്രെയിൻ എനിക്കും തോന്നിയിരുന്നു. നമ്മൾ ആദ്യം നിർത്തിയ ആ ഒരു ആ ബീച്ചിൽ കുറച്ച് സമയത്തിനെങ്കിൽ നുസാപ്പിനെ നമുക്ക് മറ്റേ ആ ഒരു ക്ലിംഗൻ ബീച്ചിൽ കുറെ നേരം സ്പെൻഡ് ചെയ്യായിരുന്നു എന്നുള്ളത്. അതായിരുന്നു അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നു. കാരണം അവിടെ ഒരുപാട് നമുക്ക് താഴോട്ടൊക്കെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല സാൻഡ് ബീച്ച് ഉണ്ടായിരുന്നു. താഴെ പോയിട്ട് തിരിച്ച് കയറുമ്പോൾ ഒരു ഹൈക്കിന്റെ എഫക്റ്റ് തീർന്നിട്ടില്ല. ആ ഡ്രോണിലൊക്കെ വീഡിയോസ് ഒക്കെ എന്തായാലും കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഇന്നലെ രാവിലെ പോയല്ലേ 1 മണിക്ക് ഇരുട്ടിൽ എല്ലാവരുടെ ആരും കാണാൻ പാട്ടൊക്കെ പാടി ഒരു പറമ്പത്തിൽ നടന്ന് മെയിൻ റോഡിൽ കയറി പിന്നീട് അങ്ങ് മല കയറുമ്പോൾ ഉള്ള ആ ഒരു രസമല്ലേ, അടിപൊളി. അതിനേക്കാളും കൂടുതൽ തിരിച്ച് ഇറങ്ങുമ്പോൾ ഓട്ടമായിരുന്നു. ആളുകൾ ഓട്ടവും ഇടയ്ക്കിടയ്ക്ക് ബൈക്കും. ആരെ വെല്ലുന്നുള്ള രീതിയിൽ 1 മണിക്കൂറും 50 മിനിറ്റ് എടുത്ത് മുകളിൽ കയറാൻ. തിരിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോൾ 35 മിനിറ്റിൽ ഇറങ്ങി. പക്ഷെ വേറെ കാര്യം വെച്ചാൽ കയറുമ്പോൾ നമ്മൾ കുറെ കയറി, ഇറങ്ങുമ്പോൾ നമ്മൾ പകുതി വരെ മാത്രമേ ഇറങ്ങിയുള്ളൂ. ബാക്കി മറ്റേ നല്ലോണം കയറി പോകും. അപ്പൊ മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ശരിക്കും നിങ്ങൾക്ക് വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ. എസ്പെഷ്യലി ട്രക്കിങ്ങിലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയി. സത്യം, ട്രക്കിംഗ് ആയിരുന്നു ഹൈലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ വന്ന ഫസ്റ്റ് ഹാഫ് ഡേ മാത്രമാണ് ജെല്ല് ചെയ്തിരുന്നത്. അപ്പൊ പിന്നീട് തോന്നി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാലോ, പേര് മാത്രം അങ്ങോട്ട് അത്രയ്ക്കും പിടികിട്ടില്ലെങ്കിൽ. എല്ലാ ട്രിപ്പും അങ്ങനെയാണ്. തീരുന്ന ദിവസം ഭയങ്കര വിഷമാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഗ്രൂപ്പിൽ. അടിപൊളിയായിരുന്നു. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ബാലിയുടേതായ ഒരു ചാമുണ്ട്. ഒരു വളരെ ഹൈലി കോൺഷ്യസ് ഇവോൾവ് ആയിട്ടൊരു സ്ഥലമാണ് ലോകത്ത്. അത് റസ്റ്റിക്കുമാണ്. അതിൻ്റെ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ആൾക്കാരാണെങ്കിലും വളരെ ഹോസ്പിറ്റബിളാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. അതുപോലെ വളരെ ഹൈ എനർജി ആയിട്ടുള്ള പല സ്ഥലങ്ങളുമുണ്ട്, വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ. പിന്നെ ഈ ട്രെക്കിംഗ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഫുഡും എല്ലാം ഭംഗിയായി. അത് ഷെയ്നുമായിട്ടുള്ള യാത്ര താങ്ക് യു. അതാ കുറച്ച് പേര് സിഗരറ്റൊക്കെ വലിക്ക് ഒളിപ്പിച്ചല്ലേ. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 4 ദിവസം എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വിചാരിച്ച അത്രയ്ക്ക് എത്തിയോ? ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രിപ്പ്, പിന്നെ ഒരു ടീമിന്റെ അണ്ടറിൽ പോകുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. മാക്സിമം എൻജോയ്. ബാംഗ്ലൂരിൽ നിന്ന് ദുബായ് വരെ വന്ന് ദുബായിൽ നിന്ന് തിരിച്ച് വീണ്ടും ഇവിടേക്ക് ബാലി വരെ വന്നത് നഷ്ടമായിട്ടില്ല? ഒരിക്കലും ഇല്ല. എൻജോയ് ചെയ്ത്. അപ്പൊ എന്നാണ് ബാംഗ്ലൂർക്ക് തിരിച്ചു പോണേ? 2 ദിവസം ബാംഗ്ലൂർ ദുബായ് വീണ്ടും ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു സൗദിയിൽ വന്നിട്ട്? അടിപൊളി വൈബ്, ടീമിന്റെ വൈബ്, അടിപൊളി. നമ്മളെ റഹീം ഖാനെ അടുത്ത് ചോദിക്കാം, എങ്ങനെയായിരുന്നു റഹീം ഖാൻ യാത്ര? അടിപൊളി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഇതേപോലെയുള്ള ഒരു ഗ്രൂപ്പ് യാത്ര, ഷഹീന്റെ കൂടെയുള്ള യാത്ര അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും എൻജോയ് ആയിരുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഒന്നുമില്ല, മനസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു. ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഒന്നുമില്ല, കാരണം ഒരു മൈനസേ ഇല്ല. ഫുൾ പോസിറ്റീവാണ്. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ 3 പേരും കൂടെ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് എടുക്കാത്തത്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ 4 ദിവസം? നല്ല ഉഷാറ് ടൂറായിരുന്നു. ഇന്റർനാഷണൽ ട്രിപ്പ് ഈ ടീമിന്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് പോണത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ 4 ദിവസം ശരിക്കും എന്തെങ്കിലും കുറവായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാം നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു. ഫാമിലി പോലെ തന്നെ എല്ലാവരോടും നല്ല എൻജോയ് ചെയ്തു. മോനെ പറ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കുറച്ചുകൂടെ ദിവസം കൂടുതൽ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഉഷാറാക്കായിരുന്നു.
അപ്പോ എന്താണ് അഭിപ്രായം? അതന്നെ കുറച്ചും കൂടി ദിവസം വേണം. പെട്ടെന്ന് എല്ലാം തീർന്ന പോലെ അതെ അല്ലേ? ബാക്കി എല്ലാതും എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ, അങ്ങനെ എന്തെങ്കിലും ചിന്ത? അങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഐലൻഡ്, മറ്റേ ഒരു ബീച്ച് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ അല്ലേ? പറ എന്താണ്? ഷോർട്ട് ടൈമായി തോന്നി. എല്ലാ സ്ഥലത്തും കുറച്ചുകൂടിയൊക്കെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ഗ്രൂപ്പ് എല്ലാവരും നല്ല എൻജോയ്മെന്റ്, ടീം എല്ലാവരും ഷൈൻ ഭായും എല്ലാവരും നല്ല ഇനി ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഉണ്ടെങ്കിൽ വരുമോ? തീർച്ചയായും നമ്മൾ യൂറോപ്പ് പ്ലാൻ ചെയ്യാനുള്ള പ്ലാനുണ്ട്. എന്തായാലും. പിൽജോ എങ്ങനെയായിരുന്നു പിൽജോന്റെ എക്സ്പീരിയൻസ്? കുറേ ഗ്രൂപ്പിന്റെ കൂടെ പോയിട്ടുണ്ടാവും. എന്താണ് ഈ ഗ്രൂപ്പിന്റെ കൂടെ? നോർമലി നമ്മൾ ഓരോ ദിവസം കൗണ്ട് ചെയ്യും എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നുള്ളത്. ഗ്രൂപ്പ് സന്തോഷമായിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യായിരുന്നു എന്ന്. അതെ അല്ലേ? പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഹാപ്പിനെസ് എനർജി അത് എന്നിലേക്കും കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എന്തായാലും പിൽജോ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. എന്തായാലും താങ്ക് യു സോ മച്ച് പിൽജോ. എന്തായാലും താങ്ക് യു AFC ഹോളിഡേയ്സ്. അപ്പോൾ ഒരാളും കൂടി ഉണ്ട്, നമ്മളുടെ ഒറ്റക്ക് വന്നൊരു സിംഗിൾ ലേഡി സുഹാന, പേര് സഫീറ. എന്താണ് സഫീറയുടെ എക്സ്പീരിയൻസ് ഒറ്റക്ക് വന്നിട്ട് കുട്ടികളൊക്കെ ഇട്ട് വന്നിട്ട്? അടിപൊളി. എനിക്ക് ഫസ്റ്റില് കുട്ടികളില്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു, പിന്നെ റെഡിയായി റെഡിയായി. അപ്പൊ കുറച്ച് 4-5 ദിവസം പെട്ടെന്ന് തീർന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഒറ്റയ്ക്ക് ഇനി വരുമോ, അല്ലെങ്കിൽ ലേഡീസ് ട്രിപ്പ് ആയിരിക്കും പോവാ? വരും അല്ലേ? ഓക്കെ താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ടീം. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത്. ചില കുറവുകൾ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സമയക്കുറവ് പോലെ നമുക്ക് പലതിനും സമയം കിട്ടിയിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. അവസാനം നമ്മളുടെ അങ്കാര ആൻഡ് ദിസ് ഗായ് is Thank amazing. you guys. Welcome this to Bali. is amazing. He is really amazing and he took us to all the places. You must contact this team, Pacto Ankara, and you must ask this guy itself and he gonna help you like anything. And what you gonna say to my followers? Come to Bali. We have like a lot of things that you can explore here. We have waterfall, temple, some attraction and so on. But come here at least 2 weeks, right? 2 weeks. Not for 4 days, huh? Not for 4 days. It's very short. Actually, it was like very stressful traveling like every day, right? Yeah. So you can enjoy the hotel. You can enjoy the natural. You can enjoy all of the things that we have here. If you stay 2 weeks, 5 days is not enough, right? All right. Thank you so much. അപ്പോൾ ശരിക്കും ഒരു വിഷമമുണ്ടാക്കുന്ന രീതിയാണ് നമ്മളെല്ലാവരും തിരിച്ചു പോകാന്നുള്ളത്. എനിവേ നമുക്ക് ഇനി എയർപോർട്ടിൽ പോകാം. അപ്പോൾ ഇവരാണ് നമ്മളെ എയർപോർട്ടിലോട്ട് കൊണ്ടുപോകുന്നത്, നമ്മളുടെ ബസ് ഡ്രൈവർ വീര്യ. താങ്ക് യു സോ മച്ച് വീര്യ. താങ്ക് യു സോ മച്ച്. യു ഡിഡ് ആൻ അമേസിംഗ് ജോബ്. താങ്ക് യു. അപ്പോൾ നമുക്കിനി എയർപോർട്ടിൽ പോകല്ലേ? നമുക്ക് ഉണ്ട് സഖി പാടണ്ടേ? ഉണ്ട് സഖി പാടിയിട്ട് വേണം നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാനായിട്ട്. എല്ലാവരും വരട്ടെ, നമുക്ക് എന്നിട്ട് വേണം പാടാനായിട്ട്. അപ്പൊ നമ്മളത് പാടിയിട്ടേ ബസ്സിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത ഷൈൻ ബായ്ക്ക് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്ളോഗേഴ്സിന് എന്തും ഒറ്റയ്ക്ക് പോയിട്ട് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ കവർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിരിക്കും താല്പര്യം. ഒരിക്കലും അവരെ ഫോളോ ചെയ്യുന്ന ഒരാൾക്കാരെ കൊണ്ട് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഒരു ഉലകം ചുറ്റാനായിട്ട് ആരും ശ്രമിക്കാറില്ല അധികം. അപ്പോൾ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത ഷൈൻ ബായ്ക്ക് താങ്ക് യു സോ മച്ച്. ആൻഡ് ഷൈൻ ബായുടെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ആ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഷൈൻ ബായ് ഒരു വീഡിയോ ചെയ്തപ്പോൾ രാവിലെ 6 മണിക്ക് എണീറ്റിരുന്നിട്ട് കോൾസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പൊ അറിയാം നിങ്ങൾക്ക് എത്ര റെസ്പോൺസ് വന്നിട്ടുണ്ടാവുമെന്ന്. സോ മച്ച് കോൾസ് വന്നിട്ടുണ്ട്, സോ മെനി കോൾസ്. അപ്പൊ ഞാനായിട്ട് തുറക്കണ അപ്പൊ ഒരു കുലമുന്തിരി വകിടുവാനായി കാലട കയ്യിൽ ഉണ്ട് പ്രിയേ.
അപ്പോൾ നമ്മളിവിടുന്ന് തിരക്കാണ് ഉള്ളിലോട്ട് പോവാം. നമുക്ക് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂര് നമ്മൾ അവിടുന്ന് നേരെ തിരിച്ച് ദുബായിലോട്ട്. അവസാനം പോകുമ്പോൾ ഒരു വിഷമം യാത്ര. ഞങ്ങൾക്കിടെ ഒരു ചെറിയൊരു യൂട്യൂബർ കൂടിയുണ്ട്. 3 ഫോളോവർ ഉണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും അത് കൂട്ടി കൊടുക്കണം. എന്താണ് യൂട്യൂബിന്റെ ചാനലിന്റെ പേര്? അക്ഷയ് അശ്വിൻ. അപ്പോൾ അതാണ് ID. അപ്പോൾ നമ്മളെടുത്ത് ഒരു കൊച്ചു കുട്ടിയാണ്. നമ്മളെടുത്ത് ആകെ ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, അശ്വിൻ. പിന്നെ വേറെയുള്ള കുട്ടി ഉണ്ടായിരുന്നത് നമ്മളെ റഹീംക്കാണ്. उड़ना चाहता हूँ नैना, दौड़ना चाहता हूँ, गिरना भी चाहता हूँ, बस रुकना नहीं चाहता। सफरनामा सवालों का सफरनामा, ऐ खुदा मुझको बता, तू रहता कहाँ क्या तेरा पता, हम तो यहाँ पे मुसाफिर हैं, जो ढूंढे अपनी मंजिल का पता। शामें मलंग सी, रातें सुरंग सी, बागी उड़ान पे ही ना जाने क्यों इलाही मेरा जी आए आए, इलाही मेरा जी आए आए। अब देखो ना आए जो अब कोई सुबह तेरे बिना, और चाहूं ना वो सच कोई ख्वाब मेरा तेरे बिना। किसी को सपना लगे तू, किसी को बहती हवा, किसी की बस बातों में करे पल में यहाँ वहाँ, किसी के साथ झूठ सुन ले, किसी का सच भी गुनाह, किसी की बस यादों में करे हलचल सारा जहां। ये दरख्वास्त है ये, जो आई रात है ये, तू मेरी बाहों में। അങ്ങനെ നമ്മുടെ ആദ്യത്തെ സീസണിലെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് നമ്മൾ മാത്രമായിട്ടൊരു ഏരിയ ഉണ്ട്. എല്ലാവരും സെറ്റ് അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും എന്താ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് എയർപോർട്ടിൽ. എല്ലാവരും ടയർഡായ? അപ്പോൾ നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു പാട്ട് ഇങ്ങോട്ട് പോരട്ടെ, അതുകൂടി ഇറങ്ങി നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോകണം അങ്ങോട്ട്. അപ്പോൾ ഓക്കെ തുടങ്ങല്ലേ? 1 2 3 സ്റ്റാർട്ട്. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാളെ കയ്യിൽ, ഒന്ന് പ്രിയേ കൽബിലൊരാശ ഉന്നിരി തിന്നിടുവാ. ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാളെ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാ. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാളണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാ. അപ്പൊ ഇനി അടുത്ത യാത്ര കാണാം. ബൈ.